നമ്മുടെ ഈ തമിഴ്നാട് തിരുവള്ളൂരിന് സമീപം ഒരു ഗുഡ്സ് ട്രെയിനിന് തീ പിടിച്ച അപകടം ഉണ്ടായി. ചെന്നൈയിൽ നിന്ന് ഇന്ധനവുമായി ജോലാർപേട്ടിലേക്ക് പോകുന്ന ട്രെയിനിനാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ ഈ അപകടം അന്വേഷിക്കാൻ ദക്ഷിണ റെയിൽവേ പ്രത്യേക കമ്മീഷനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. കിലാഫ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായിട്ട്. കിലാഫെ, നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുകയായിരുന്നു. പല ട്രെയിനുകളും വൈകി ഓടുന്നതുമൊക്കെ കിലാഫ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ തീ അണയ്ക്കൽ പൂർണ്ണമായിട്ടുണ്ടോ? അവിടെ ഈ എല്ലാം ശരിയായോ? ഈ ട്രെയിൻ ഗതാഗതം വീണ്ടും ആ റൂട്ടിലൂടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. സേതുലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവള്ളൂരിന് സമീപത്ത് വെച്ചായിരുന്നു ഈ ഗൂഡ്സ് ട്രെയിനിന് പൊട്ടിത്തെറിയുണ്ടായിരുന്നു. പൊട്ടിത്തെറിയിൽ 3 ബോഗികൾ, ഗൂഡ്സ് ട്രെയിനിൻ്റെ 3 ബോഗികൾ പാലം തെറ്റുകയും ചെയ്തു. ഇതിലാണ് ദക്ഷിണ റെയിൽവേ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. അന്വേഷണ സമിതിയെ നിയോഗിച്ചത് കൂടാതെ ഇതിൽ പിടിച്ചിട്ടിരിക്കുന്ന ട്രെയിനുകളിലെ യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി വിവിധ സ്റ്റേഷൻ മാസ്റ്ററുകൾക്ക് റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് ചെന്നൈയിൽ നിന്ന് കർണാടകയിലേക്കുള്ള റെയിൽവേ ഗതാഗതം മാറിയായിരുന്നു നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ സുരക്ഷാ മുൻകരുതൽ നടപടിയായിട്ടാണ് ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റെയിൽവേ അധികൃതർ നൽകുന്ന വിശദീകരണം. കൂടാതെ യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കാൻ സ്റ്റേഷൻ മാസ്റ്ററുകളും ശ്രദ്ധിക്കണം എന്നും റെയിൽവേ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വിവിധ സ്റ്റേഷൻ മാസ്റ്ററുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SP നേരിട്ടെത്തിയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. സമീപത്തുണ്ടായിരുന്ന പ്രദേശവാസികളെ മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പ്രദേശത്തേക്ക് ആളുകൾ എത്തിച്ചേരരുത് എന്ന് SP അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ചെന്നൈയിൽ നിന്ന് ജോലാർപേട്ടിലേക്ക് പോവുകയായിരുന്ന ഗൂഡ്സ് ട്രെയിൻ, ഇന്ധനവുമായി ജോലാർപേട്ടിലേക്ക് പോവുകയായിരുന്ന ഗൂഡ്സ് ട്രെയിനിന് പൊട്ടിത്തെറിയുണ്ടാകുന്നത്. ഇതിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആർക്കും പരിക്കുകളും ഇല്ലെന്നും വ്യക്തത വരുത്തിയിട്ടുണ്ട് റെയിൽവേ. സേതു. ശരി കിലാഫ്, ഓക്കെ. അപ്പോൾ ഇപ്പോഴും അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വലിയ അപകടമല്ല, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അങ്ങ് തീ ആളി പടരുന്ന ദൃശ്യങ്ങളാണ്. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഗുഡ്സ് ട്രെയിനും കൂടി ആയതുകൊണ്ട് ഒരുപക്ഷെ അതിനകത്ത് എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകളെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ തീ അണയ്ക്കൽ കുറച്ചൊക്കെ ശ്രമകരമായിരിക്കും. കിലാഫാണ് വിവരങ്ങൾ നൽകിയത്.